അങ്ങനെ പ്രധാനപ്പെട്ട പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി പങ്കജ ഭണ്ഡാരിക്ക് വേണ്ടി നിയമയുദ്ധം നടത്തിയ അതേ വക്കീലിനെ ദേവസ്വം വകുപ്പിൽ പുതിയൊരു പോസ്റ്റ് ഉണ്ടാക്കി. ഇതുവരെ ഇല്ല. ഞാൻ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ല, വകുപ്പില്ല. അപ്പോൾ പുതിയൊരു പോസ്റ്റ് ഉണ്ടാക്കി അതേ വക്കീലിനെ, BJP-കാരനായ അതേ വക്കീലിനെ തന്നെ നിയമിക്കുമ്പോൾ ഇതിലെ ദുരൂഹതകൾ ഒട്ടേറെ നിലനിൽക്കുന്നുവെന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് അടിസ്ഥാനമുണ്ടെന്ന് വന്നു. അതാണ് കേരളീയ സമൂഹം പെട്ടെന്ന് വലിയ രൂപത്തിൽ പ്രതികരിക്കുന്ന രൂപത്തിലേക്ക് എത്തിച്ചേർന്നു. ഞങ്ങൾ ഈ നിയമനം വന്നപ്പോൾ തന്നെ അതിലെ ദുരൂഹതയും അതോടൊപ്പം തന്നെ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള നീക്കമാണെന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് കേരളീയ സമൂഹത്തിന് വളരെ പെട്ടെന്ന് മനസ്സിലാകുകയും വലിയ രൂപത്തിലുള്ള രോഷം ഇന്നലെ വ്യാപകമായി ഉയർന്നു വരികയും ചെയ്ത ഘട്ടം നമ്മൾ കണ്ടു. അതോടുകൂടി ഗത്യന്തരമില്ലാതെയാണ് മുഖ്യമന്ത്രി ശ്രീ പ്രദീപിനോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയും രാജിവെപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. നമുക്കെല്ലാം പകൽ പോലെ വെളിച്ചു നൽകുന്ന കാര്യമാണ് സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള ശ്രീ പങ്കജ ഭണ്ഡാരി. നമുക്കെല്ലാം അറിയാം, സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ CEO ആണ്. 39 ദിവസക്കാലം ഈ സ്വർണ്ണപ്പാളി കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന ആ സ്ഥാപനത്തിൻ്റെ CEO ഈ കേസിലെ പ്രധാന പ്രതിയായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് BJP-കാരനായ ഈ വക്കീൽ കോടതിയിൽ ഹാജരായത്. അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങളിൽ പ്രധാനമായി ഉയർത്തിക്കൊണ്ടുവന്നത് ഈ പങ്കജ ഭണ്ഡാരി സാധാരണഗതിയിൽ ചെമ്പിവാളികളുമായി ബന്ധപ്പെട്ട് വരുന്നതിന് സ്വർണം പൂശുന്ന കൃത്യം ഏറ്റെടുക്കാറില്ല, മറിച്ച് സ്വർണം പുതിയത് പൂശുന്നു മാത്രമാണ് അവർ ചെയ്യാറുള്ളത് എന്നായിരുന്നുള്ള അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെന്റ്. അത് അദ്ദേഹം ചാനലുകളോട് പറയുകയും ചെയ്തു, കോടതിയിൽ വാദിക്കുകയും ചെയ്തു. അങ്ങനെ പ്രധാനപ്പെട്ട പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി പങ്കജ ഭണ്ഡാരിക്ക് വേണ്ടി നിയമയുദ്ധം നടത്തിയ അതേ വക്കീലിനെ ദേവസ്വം വകുപ്പിൽ പുതിയൊരു പോസ്റ്റ് ഉണ്ടാക്കി. ഇതുവരെ ഇല്ല. ഞാൻ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ല, വകുപ്പില്ല. അപ്പോൾ പുതിയൊരു പോസ്റ്റ് ഉണ്ടാക്കി അതേ വക്കീലിനെ, BJP-കാരനായ അതേ വക്കീലിനെ തന്നെ നിയമിക്കുമ്പോൾ ഇതിലെ ദുരൂഹതകൾ ഒട്ടേറെ നിലനിൽക്കുന്നുവെന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് അടിസ്ഥാനമുണ്ടെന്ന് വന്നു. അതാണ് കേരളീയ സമൂഹം പെട്ടെന്ന് വലിയ രൂപത്തിൽ പ്രതികരിക്കുന്ന രൂപത്തിലേക്ക് എത്തിച്ചേർന്നു. മാത്രമല്ല, ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ ശ്രീ പിണറായി വിജയൻ മുമ്പ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി സംവിധാനമുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിൽ മുൻ മുഖ്യമന്ത്രി കരുണാകരന് പോലും അനുമതി നിഷേധിക്കപ്പെട്ട സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ സ്വർണം കട്ടവനും സ്വർണം വാങ്ങിയവനും എങ്ങനെ 2 MP-മാരുടെ സാന്നിധ്യത്തിൽ ആ സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തി? ഇതുവരെ ഒരു കോൺഗ്രസ് നേതാവും അതിനെ സംബന്ധിച്ച് മറുപടി നൽകിയിട്ടില്ല. രാഹുൽ ഗാന്ധിയും അതിനെ സംബന്ധിച്ച് മറുപടി നൽകിയിട്ടില്ല. നമ്മൾ കണ്ടു, സോണിയാഗാന്ധിയുടെ കയ്യിൽ ഏറ്റവും വലിയ കള്ളനായ ഉണ്ണികൃഷ്ണൻ പോറ്റി കാപ്പുകെട്ടുന്ന രംഗം കണ്ടു. അതോടൊപ്പം തന്നെ ഗോവർദ്ധൻ പാരിതോഷികം കൈമാറുന്ന രംഗം കണ്ടു. അപ്പോൾ ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾ ചേർന്ന് സോണിയാഗാന്ധിക്ക് പാരിതോഷികം കൊടുക്കാനും കാപ്പുകെട്ടാനുള്ള ഒരു ബന്ധം എങ്ങനെയാണ് ഉണ്ടായത്? അതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഞാൻ ഒരു കഥ കൂടി സൂചിപ്പിക്കാം. ഈ സംഭവങ്ങൾ സെപ്റ്റംബർ മാസം 17-ാം തീയതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഏഷ്യാനെറ്റ് ചാനലിലൂടെ ആദ്യമായി സ്വർണ്ണപ്പാളി കാണാനില്ല എന്ന ആക്ഷേപം ഉയർത്തിയത്. ആ ആക്ഷേപം ഉയർന്നു വന്നതിൻ്റെ 2-ാം ദിവസം 19-ാം തീയതി ഇന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. 20-ാം തീയതിയാണ് അയ്യപ്പ സംഘം നടക്കുന്നത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിന് നിർദ്ദേശം കൊടുത്തപ്പോൾ വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ, അതായത് കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ മാസം 27-ാം തീയതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് ഈ സ്വർണ്ണപ്പാളി കണ്ടെടുത്തു എന്നത് നിങ്ങളും ഞാനും പകൽ പോലെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അന്ന് തന്നെ ഈ അടിയന്തര പ്രമേയത്തിന് വേണ്ടി അവസരമൊരുക്കിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ഉന്നയിപ്പിക്കുകയും അത് മറച്ചുപിടിക്കാമെന്ന് ധരിച്ചെങ്കിൽ അത് വെളിച്ചത്ത് വരാൻ ഇടവരുന്ന സാഹചര്യം വിജിലൻസിൻ്റെ ജാഗ്രതയോടുകൂടി നീക്കത്തിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് നീക്കത്തോടുകൂടി വന്നു എന്നുള്ളതാണ് അത് മറച്ചുപിടിക്കാൻ കഴിയാതെ പോയി വെളിച്ചത്ത് വന്നത്. അതിനെ തുടർന്നുള്ള അന്വേഷണം വരുമ്പോൾ നമ്മൾ കണ്ടെത്തി ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ സ്വർണം ഏറ്റവും കൂടുതൽ മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയ നടത്തിയിട്ടുള്ള ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസും അതിൻ്റെ CEO ആയിട്ടുള്ള പങ്കജ ഭണ്ഡാരിയും ഒപ്പം ഈ സ്വർണം വാങ്ങിയ കർണാടകത്തിലെ ഗോവർദ്ധനും എല്ലാം ഇതിലെ പ്രധാനപ്പെട്ട പ്രതികളാണ്. അപ്പോൾ ഇവരുമെല്ലാമായി പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ വിഷയം യഥാർത്ഥത്തിൽ ഇനി കൈകാര്യം ചെയ്തു പോകേണ്ട സമയത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ ചാർജ് ഷീറ്റ് SIT കൊടുക്കാൻ പോവുകയാണ്. ഒരു ഭാഗം കൊടുത്തു കഴിഞ്ഞെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ
ഈ വിഷയത്തെ സംബന്ധിച്ചോളം ഇതുവരെ സൂചിപ്പിച്ചിട്ടുള്ളത് കോടതിക്ക് സംതൃപ്തിയോടുകൂടിയാണ് SITയുടെ നീക്കം എന്ന കാര്യം വിലയിരുത്തിയിരുന്നു. അപ്പോൾ അവരുടെ റിപ്പോർട്ടൂടെ കിട്ടിക്കഴിഞ്ഞാൽ കേസ് ആദ്യം കൊല്ലത്താണ് നടക്കുന്നതെങ്കിൽ പിന്നീട് വരുന്ന ഹൈക്കോടതിയിലാണ്. അപ്പോൾ കാലേ കൂട്ടി ദേവസ്വം വകുപ്പിന് വേണ്ടി ഒരു സ്പെഷ്യൽ GPയെ നിയമിച്ചുകൊണ്ട് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിരുന്നു ഈ പ്രധാനപ്പെട്ട ഇല്ലാത്ത പോസ്റ്റ് ഉണ്ടാക്കിയുള്ള നിയമനവും അതിൻ്റെ പിന്നിലെ ദുരൂഹതയും. ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് നമുക്ക് വായിക്കാം, ഇന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് ഒരു സ്പെഷ്യൽ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് മംഗലാപുരത്ത് പോയി അദാനിയെയും അതുപോലെ NDAയുടെ ജനപ്രതിയെയും കാണുമ്പോൾ അതിൽ ഈ സ്വർണ്ണക്കള്ള കേസുമായി ബന്ധപ്പെട്ട് SIT ചോദ്യം ചെയ്ത പ്രതി കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിലെ ശ്രദ്ധേയമായ കാര്യം. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ നിൽക്കുന്ന ദുരൂഹതയും കൂട്ടുകച്ചവടങ്ങളും പുറത്തു വരേണ്ടതായുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്കറിയാൻ അവകാശപ്പെട്ടതും അതുപോലെ ഗവൺമെൻറ് ബോധ്യപ്പെടുത്താൻ ബാധ്യതപ്പെട്ടതുമായ ഈ നിയമനത്തിൻ്റെ പിന്നിലെ ദുരൂഹത രാജിവെച്ചാലും നിലനിൽക്കുകയാണ്, രാജി കൊണ്ട് അവസാനിക്കുന്നില്ല. ഇപ്പം നമ്മൾ കണ്ടു, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ആദ്യത്തെ വിക്കറ്റ് വീണത് അളിയൻ്റെ രാജിയാണ്, രണ്ടാമത്തെ വിക്കറ്റ് വീണിരിക്കുന്നു. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ തുടക്കത്തിൽ തന്നെയുള്ള നീക്കങ്ങളെല്ലാം പിഴച്ചു വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കള്ളക്കച്ചവടത്തിന് കൂട്ടുനിൽക്കുന്ന രൂപത്തിലേക്ക് എത്തിയും ഇതിൽ ഒട്ടേറെ ദുരൂഹതകൾ നിലനിൽക്കുകയും ആ ദുരൂഹതകൾ ജനങ്ങൾക്കറിയാൻ അവകാശമുണ്ട്, അത് വെളിപ്പെടുത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഒരു കാര്യം, ഇപ്പോൾ ചുമതലയേറ്റ സ്ഥിതിക്ക് ആണിപ്പോൾ രാജിവെക്കേണ്ട കാര്യം മന്ത്രിക്കുന്നതാണ് മുൻ നിയമമന്ത്രി P. രാജീവ് പറഞ്ഞു. അപ്പോൾ ചുമതലയേറ്റ സ്ഥിതിക്ക് ഫയലുകളൊക്കെ ഈ അദ്ദേഹത്തിന്റെ കൈവശം എത്താനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ഇപ്പോൾ കൈവശപ്പെടുത്താനുള്ള സാധ്യത, അങ്ങനെ സംശയം CPM കാണുന്നു? അല്ല, സ്വാഭാവികമായിട്ട് ചാർജ് എടുത്തെങ്കിൽ ഫയലുകളിലേക്കൊക്കെ നിൽക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകും എന്ന് മാത്രമല്ല, ഈ സംഭവത്തെ സംബന്ധിച്ചോളം ശ്രദ്ധേയമായി നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, ബഹുമാനായ ദേവസ്വം വകുപ്പ് മന്ത്രി ഒരു കാര്യം പറഞ്ഞു, എനിക്കതുമായി ഒരു ബന്ധമില്ല, ഇത് മുഖ്യമന്ത്രിയുടെ മാത്രം താല്പര്യമാണ് എന്ന് പറയുന്ന രൂപത്തിൽ ഒരു പരിഹാസത്തിൻ്റെയും ഒരു വിമർശനത്തിൻ്റെയും അതോടൊപ്പം തന്നെ അദ്ദേഹം കൈയൊഴിയുന്നതിൻ്റെ രൂപത്തിലാണ് പ്രതികരണം വന്നത് എന്നതുകൂടി ഏറെ ശ്രദ്ധേയമാണ് എന്നുള്ള കാര്യമാണ് എടുത്തു സൂചിപ്പിക്കാൻ. ഇപ്പോൾ ഈ സംബന്ധിച്ചുകൊണ്ട് SIT നടത്തിയിട്ടുള്ള അന്വേഷണത്തെ സംബന്ധിച്ച് കോടതി നല്ല സംതൃപ്തിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്നതായതുകൊണ്ട് മറ്റാർക്കും ആക്ഷേപമില്ല. SIT ആണ് സമർത്ഥമായ ഒരു ടീമാണ്. കേരളത്തിലെ ഏറ്റവും സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെച്ചാണ്, കോടതി തന്നെ നിശ്ചയിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ്. ഞങ്ങൾ അന്നത്തെ കാലത്ത് പൂർണ്ണമായി ഗവൺമെന്റിന്റെ ആ നടപടിയോട് യോജിച്ചു. ഞങ്ങൾ എഴുതി കൊടുത്തിരുന്നു, ഗവൺമെന്റ് പ്രധാനമായും കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ കോടതി നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ വെച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കണമെന്നായിരുന്നു ഗവൺമെന്റ് വന്ന് അഭിപ്രായപ്പെട്ടത്. അതനുസരിച്ച് നടന്നാണ്. അല്ല, ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞത് വ്യത്യസ്തമായ രൂപത്തിലല്ലേ, നിങ്ങൾ ഞാനും കേട്ടതല്ലേ. ആ കാര്യത്തിൽ എനിക്കതിൽ അറിവില്ല, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ചെയ്തത്, മുഖ്യമന്ത്രി തനതായി ചെയ്തതാണെന്നല്ല ഇന്നലെ അദ്ദേഹം പറഞ്ഞു. പിന്നെ മാറ്റി പറയുന്നത് ഓരോ ദിവസം മാറ്റി പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഈ വിഷയത്തിൻ്റെ പിന്നിൽ ദുരൂഹത നിലനിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് കൃത്യമായി ആ കാര്യങ്ങൾ അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്, അത് ബോധ്യപ്പെടുത്താൻ ഗവൺമെന്റ് ബാധ്യതയുണ്ട്. ഈ മണ്ഡലകാലത്ത് ആരോഗ്യവകുപ്പ് ജീവനക്കാരെ വിട്ടു നൽകാൻ കഴിയില്ല എന്ന് ദേവസ്വം ബോർഡിന് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഭാഗത്ത് കത്ത് നിലവിൽ വിവാദമാകുകയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇല്ല, അത് ഇപ്പൊ വന്നതാണെങ്കിൽ കത്ത് കണ്ടില്ല, എന്താണെന്നുള്ള കാര്യം പരിശോധിച്ചിട്ട് പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.